തരോ എന്തെങ്കിലും? ആയിക്കോട്ടെ. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അത് നീ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറയാം. ആ, ഇവിടത്തെ കാര്യസ്ഥന്മാരിൽ ഒരുത്തൻ അപ്പുറത്തെ വാരിസാറിന്റെ മകന്റെ മകനാ. വേഷം മാറി വന്ന കോടീശൻ അവൻ മുന്നിൽ ഒരുങ്ങി നിപ്പുണ്ട്. നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, ഇവിടുത്തെ ആ കാര്യസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയോ? അപ്പുറത്തെ വാരിസാറിന്റെ കൊച്ചുമോനാണെന്ന്. എടി, ആ രഹസ്യമല്ലേ എന്റെ പിടിവള്ളി. പിന്നെ ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അയാൾക്ക് അയാൾക്ക് എന്നോട് പ്രേമമാണെന്ന്. ഞാൻ സത്യമാണോടി? എന്റെ ശാപ്പുമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. അയാളുടെ വിചാരേ ഞാൻ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയാണെന്നാ. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. പിന്നെ എന്റെ കല്യാണാണ് ഇവിടെ നടക്കാൻ പോണെന്ന് അയാളുടെ വിചാരം. അതിനു മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ അയാളിനെ പ്രേരിപ്പിക്കുന്ന ഏട്ടാ. മാക്സിമം പ്രോത്സാഹിപ്പിക്കും. പിന്നെ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നും സർവോപരി എന്റെ പെങ്ങളാണെന്നുള്ള രഹസ്യം കല്യാണം കഴിയുന്നവരെങ്കിലും അവൻ അറിയരുത്. സുവർണാവസര. ഇവിടെയുള്ള എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം. എന്നിട്ട് ടൗണിൽ ഒരു മുറി എടുക്കാം. അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ? ധൃതി വെക്കല്ലേ, അതൊക്കെ 3-4 കുട്ടികളായിട്ട് പോരെ. എടി, അപ്പൊ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ. നമ്മുടെ പിള്ളേർ ഒപ്പിടൂലേ. കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികളൊക്കെ. നീ വല്ല ശബ്ദം കേട്ടോ? അതെന്റെ ശബ്ദം. കുട്ടികളൊക്കെ നീ വല്ല ശബ്ദം കേട്ടോ? അതെന്റെ ശബ്ദം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണല്ലേ? ഒന്ന് പതുക്കെ പറ. ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് തലക്ക് വല്ലാത്ത ഘനം. എവിടെ നോക്കട്ടെ? സമയം എടുത്ത് കിടന്നു. ചത്തിട്ടുണ്ടാവോ? ചാത്ത കൊന്നളെ ഞാൻ. ഇനിയിപ്പോ ഏതായാലും ഇവിടെ വച്ചേക്കണ്ട, നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും ഞാൻ കളഞ്ഞിട്ട് പോവാ. നീ ഒരു ചാക്കെടുത്തോണ്ട് വന്നേ. കല്യാണം ഞാൻ പുറപ്പെട്ടിട്ടില്ല രാമു. ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇത്തിരി സ്വർണ്ണം എടുത്തോണ്ടിരിക്കുക. എവിടെ ആലുക്കാസിന്നാ? അല്ലല്ല, അലമാരിക്കാസിന്ന്. ഇതൊരു സുവർണാവസര. എണീക്കണം. അവൾ എനിക്ക് സ്വന്തം പെങ്ങളെ പോലെയാ. അല്ല, എന്റെ സ്വന്തം പെങ്ങളാ. അവളുടെ കല്യാണം എനിക്ക് കാണണം. കള്ളന്മാരിൽ ഇത്രയും തങ്കപ്പെട്ട കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ പെങ്ങളുടെ കല്യാണമായിരുന്നു എന്റെ സ്വപ്നം. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിക്കും. മനസ്സിലായില്ല. അതൊക്കെ പിന്നീട് മനസ്സിലായിക്കോളും. ഇപ്പൊ വണ്ടി വിടളിയാ. രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് സ്ഥിതിക്ക് ഞാനിപ്പോ എവിടെയുണ്ടാവും. എന്താ മോത്തൊരു ടെൻഷൻ? എന്തോ മണക്കുന്നുണ്ടല്ലോ. എവിടെ? എന്ത് മണം? ഒരു ഒളിച്ചോട്ടം. ആര് പറഞ്ഞു? ഇഷ്ടപ്പെടുന്ന മിഥുനങ്ങൾ ഒരുമിക്കുന്നതിൽ ഞാൻ ഒരിക്കലും എതിരില്ല. എന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവും. ഞാനൊന്ന് വിളിച്ചോട്ടെ? ആരെ? എന്തിന്? ഈ മുഖത്ത് നോക്കി. എന്ത്? ഇഷ്ടായി, പെരുത്തിഷ്ടായി.